UDF അധികാരത്തിലേക്ക് എത്തുകയാണെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുക മധ്യകേരളം തന്നെയായിരിക്കും. വിവരങ്ങൾ നൽകാൻ അശ്വതിയാണ് ചേരുന്നത്. അശ്വതി സൂചിപ്പിച്ചതുപോലെ UDF ഏറെ പ്രതീക്ഷ വയ്ക്കുന്നത് മധ്യകേരളത്തിലാണ്. പ്രത്യേകിച്ച് VD സതീശൻ, മുഖ്യമന്ത്രി പദം നോട്ടമിട്ടുകൊണ്ടിരിക്കുന്ന VD സതീശനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും ഒക്കെ ഉൾക്കൊള്ളുന്ന മധ്യകേരളം. അപ്പോൾ അവിടുത്തെ ഒരു ട്രെൻഡ് എങ്ങനെയാണ്, പ്രതീക്ഷകൾ എങ്ങനെയാണ്, മൊത്തത്തിലുള്ളൊരു ആവേശം എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് ശ്രീജ. എല്ലാവരും തന്നെ വലിയ ആവേശത്തിലാണ്. പ്രത്യേകിച്ച് മധ്യകേരളം നേരിട്ട് VD സതീശൻ മുഖ്യമന്ത്രി ആണ് എന്ന് ഉയർത്തിക്കാണിക്കുന്ന VD സതീശൻ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം, അതൊക്കെ തന്നെയാണ് മധ്യകേരളത്തിൽ നടന്നത്. അതുകൊണ്ട് തന്നെ മധ്യകേരളത്തിൽ ഒട്ടും പുറകോട്ട് പോകാൻ സാധിക്കില്ല UDFന്. അത് അങ്ങനെ പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് നേരിട്ട് ബാധിക്കുന്നത് VD സതീശന് തന്നെയായിരിക്കും. എന്തായാലും മധ്യകേരളം നോക്കുകയാണെങ്കിൽ എറണാകുളം ജില്ല ആണ് വലിയ തോതിൽ UDFനെ പിന്തുണയ്ക്കുന്നത്. കോൺഗ്രസിന്റെ ഒരു ജില്ല തന്നെയാണ്. 14 സീറ്റിൽ 12 സീറ്റും UDF തന്നെയാണ് ഇവിടെ നേടിയിട്ടുള്ളത്. അത് ഇത്തവണയും നിലനിർത്തും എന്നതാണ് UDFന്റെ കണക്കുകൂട്ടൽ. ഒപ്പം തന്നെ മറ്റ് 2 സീറ്റുകൾ കൂടി പിടിച്ചെടുക്കാൻ സാധിക്കുമോ എന്നും UDF നോക്കുന്നു. അതിൽ പക്ഷേ ഈ 14ൽ 12 സീറ്റ് എന്ന് പറയുമ്പോൾ ഈ 2 സീറ്റ് LDF നേടുന്നത് നേരത്തെ കളമശ്ശേരിയും അതുപോലെ തന്നെ കൊച്ചിയുമാണെങ്കിൽ അത് ഇത്തവണ തൃപ്പൂണിത്തുറയാകുമോ എന്നുള്ള ഒരു ചില കണക്കുകൂട്ടലൊക്കെ അവസാന മണിക്കൂറുകളിലേക്ക് വരുന്നുണ്ട്. അവിടെ KN ഉണ്ണികൃഷ്ണൻ ഒരു 5000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നൊക്കെയാണ് ഇടതുപക്ഷത്തിന്റെ നിലവിലത്തെ ഒരു കണക്കുകൂട്ടൽ. കാരണം തൃപ്പൂണിത്തുറ മണ്ഡലം ആകെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ വലിയ തോതിൽ, അതായത് പള്ളുരുത്തിയ ഭാഗത്തേക്കൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് വലിയ തോതിൽ LDFന് മേൽക്കൈയുള്ളതാണ്. നമ്മൾ ഇതുവരെയുള്ള ഒരു ഈ തെരഞ്ഞെടുപ്പ് വരെ, പോളിംഗ് വരെയുള്ള ഒരു കാര്യം നോക്കുകയാണെങ്കിൽ തൃപ്പൂണിത്തുറ BJPക്ക് NDAക്ക് വലിയ സ്വാധീനമുള്ള മേഖലയാണ് എന്ന് പറയുമ്പോൾ പോലും അത് ആ ഒരു തൃപ്പൂണിത്തുറ നഗരസഭാ മേഖലകളിൽ മാത്രമാണ്. മാത്രമല്ല അത് ഘടകകക്ഷിയായിട്ടുള്ള 2020ക്കാണ് ഇത്തവണ സീറ്റ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ മന്ത്രി മത്സരിക്കുന്നത്, അതായത് മന്ത്രി P രാജീവ് മത്സരിക്കുന്ന കളമശ്ശേരി മാറിയിട്ട് അത് തൃപ്പൂണിത്തുറ LDFന്റെ മണ്ഡലമായി വരുമോ എന്നതാണ് ഇത്തവണ. അങ്ങനെ ഒരു പ്രതീക്ഷയാണ് LDF ഇത്തവണ മുന്നോട്ട് വെക്കുന്നത്. മാത്രമല്ല മറ്റ് ജില്ലകൾ നോക്കുകയാണെങ്കിൽ, മധ്യകേരളത്തിന്റെ മറ്റ് ജില്ലകൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മധ്യകേരളം UDF തരംഗമാണ്, കോൺഗ്രസിന്റെ ആണ് എന്ന് പറയുമ്പോൾ പോലും മുൻ വർഷത്തെ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ, അതായത് മുൻ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ ഈ തൃശ്ശൂരും പാലക്കാടും ഒക്കെ, തൃശ്ശൂർ, പാലക്കാട്, അതുപോലെ തന്നെ ആലപ്പുഴയൊക്കെ വലിയ രീതിയിൽ LDFന് ഒപ്പം നിൽക്കുന്ന ഒരു കാര്യമാണ്. അവിടെ LDFന് വലിയ വേരോട്ടമുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണയും അതിൽ വലിയ പ്രതീക്ഷ LDF അർപ്പിക്കുന്നുണ്ട്. തങ്ങൾക്കൊപ്പം തന്നെ ആ ട്രെൻഡ് തുടരുമെന്നതാണ് LDFന്റെ ഒരു പ്രതീക്ഷ. ചില സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവുകയാണെങ്കിൽ പിന്നീട് മധ്യകേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സീറ്റുകൾ എന്ന് പറയുന്നത് NDAയുടെ വലിയ പോരാട്ടം നടക്കുന്നതാണ്. അതൊന്ന് തൃശ്ശൂരും മറ്റൊന്ന് പാലക്കാടുമാണ്. കേരളം മുഴുവൻ ഉറ്റുനോക്കുന്നത്, അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയം തന്നെ ഉറ്റുനോക്കുന്നത് കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമോ എന്ന്, ക്ഷമിക്കണം, കേരളത്തിൽ കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് NDA വരുമോ എന്നുള്ള ഒരു പ്രതീക്ഷ അർപ്പിക്കുന്നതിൽ മധ്യകേരളത്തിൽ 2 മണ്ഡലങ്ങൾ, ഒന്ന് തൃശ്ശൂരും മറ്റൊന്ന് പാലക്കാടുമാണ്. തൃശ്ശൂരിൽ പത്മജ വേണുഗോപാൽ, കഴിഞ്ഞ തവണ പത്മജ വേണുഗോപാൽ തോറ്റുപോയത് നിസ്സാര വോട്ടിനാണ്. അതുകൊണ്ട് ഇത്തവണ NDAയുടെ വോട്ട് കൂടി ചേരുമ്പോൾ ജയിക്കുമോ എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അല്ലെങ്കിൽ അവിടെ ഒരു വലിയ വോട്ട് വിഹിതം മുന്നേറ്റം NDAക്ക് ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ള, അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാധിക്കുമോ എന്നുള്ള കണക്കുകൂട്ടൽ. ഒപ്പം തന്നെ പാലക്കാട്, അവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനാണോ രമേശ് പിഷാരടിയാണോ, ഇത്തരത്തിലുള്ള വലിയ ചർച്ചകൾ അവസാന നിമിഷങ്ങളിലൊക്കെ നമ്മൾ കണ്ട നാടകീയമായിട്ട്, ഇത് പോളിംഗിന് തൊട്ട് മുൻപായി ഉണ്ടായിട്ടുള്ള നാടകീയമായ രംഗങ്ങൾ, ഇതൊക്കെ ഏത് രീതിയിലാണ് വോട്ടായിട്ട് മാറുക എന്നതാണ് ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. എവിടെയൊക്കെ അടിയൊഴുക്കുകൾ ഉണ്ടായി, മാത്രമല്ല നമ്മൾ എത്രയൊക്കെ നേതാക്കൾ പ്രസംഗിച്ചാലും, എത്രയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരവുകൾ, അതായത് UDF വിട്ടുപോകുന്നു, LDF വിട്ടുപോകുന്നു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഈ ജനങ്ങളുടെ ഒരു മനസ്സ് എന്ന് പറയുന്നത് അത് ഒരു ഘട്ടത്തിലെങ്കിലും പ്രവചനാതീതം തന്നെയാണ്. അതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ചില കൂട്ടിക്കിഴിക്കലുകൾ ഒക്കെ ഉണ്ടെങ്കിലും, അതുപോലെ തന്നെ ആലപ്പുഴയിൽ G സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം, അതും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട മണ്ഡലമാണ്. അങ്ങനെ ഈ വലിയ പോരാട്ടം നടക്കുന്ന പ്രധാനപ്പെട്ട 1-2 മണ്ഡലങ്ങൾ ഈ മധ്യകേരളത്തിലുണ്ട്. അത് അവിടെ UDF ആണെങ്കിലും LDF ആണെങ്കിലും മൊത്തത്തിൽ മധ്യകേരളത്തിൽ ആര് മുന്നേറി
മുന്നേറിയാലും ഈ ചില മണ്ഡലങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതുപോലെ തന്നെ കോട്ടയത്ത് പൂഞ്ഞാറിൽ PC ജോർജ് എത്രത്തോളം വോട്ട് പിടിക്കും, PC ജോർജിന്റെ വോട്ട് LDFനോ UDFനോ അനുകൂലമാകുമോ പ്രതികൂലമാകുമോ, അതൊരു വലിയ വിജയത്തിന്റെ ഒരു ഫാക്ടർ ആകുമോ എന്നൊക്കെയുള്ള ചർച്ചകളുണ്ട്. ഇതൊക്കെ തന്നെയായിരിക്കും മധ്യ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ചില കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നൊക്കെയുള്ള വോട്ടിംഗ് ശതമാനം എങ്ങനെയായിരിക്കും, ആരൊക്കെ വിജയിക്കും, ഇതൊക്കെ തന്നെയാണ്. അതുപോലെ മലയോര മേഖല, ഇടുക്കിയിലേക്ക് പോവുകയാണെങ്കിൽ മലയോര മേഖലകളിൽ കഴിഞ്ഞ ഒരു 5 വർഷക്കാലം നിരവധി കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെട്ടു. പ്രത്യേകിച്ച് മലയോര മേഖലയിലെ വന്യജീവികളുടെ ആക്രമണം അത് വലിയ ചർച്ചയായിരുന്നു. അത് ഈ 5 കൊല്ലവും അല്ലെങ്കിൽ 10 കൊല്ലവും വലിയ ചർച്ചാ വിഷയമായിരുന്നു. അത് മലയോര മേഖലയിൽ സാധാരണഗതിയിൽ LDFനൊപ്പം നിൽക്കാറുണ്ട് എങ്കിലും ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ, ഒപ്പം തന്നെ പട്ടയ പ്രശ്നങ്ങളുണ്ട്. പട്ടയ വിതരണങ്ങളിൽ ചിലത് നടന്നിട്ടുണ്ട് എങ്കിലും അതിൽ പൂർണ്ണമായിട്ടുള്ളൊരു വിജയം കൈവരിക്കാനായിട്ട് അല്ലെങ്കിൽ ജനങ്ങളിലോട് അടുത്ത് നിൽക്കാനായിട്ട് CPMന് അല്ലെങ്കിൽ CPIക്ക് വളരെ സ്വാധീനമുള്ള മേഖല, ഒപ്പം LDFന് മൊത്തത്തിൽ സാധിച്ചിട്ടുണ്ടോ എന്നത് നമുക്ക് കണ്ടറിയണം. കാരണം അവിടെ ഒരു UDF അല്ലെങ്കിൽ കോൺഗ്രസിനോട് അടുത്ത് നിൽക്കുന്ന ഒരു തരംഗം ഉണ്ടാകും എന്നതാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. പല സീറ്റുകളിലും ആവർത്തിക്കുമെന്നും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ഏത് തരത്തിലാണ് ജനങ്ങളെ സ്വാധീനിച്ചിട്ടുള്ളത് എന്നതാണ് നമ്മൾ എത്ര എക്സിറ്റ് പോൾ വന്ന് എങ്കിലും ഇവിടുത്തെ ഈ ഒരു ഫാക്ടറുകളൊക്കെ ജനങ്ങൾ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്, അവരുടെ അഭിപ്രായത്തിൽ അതെങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, വോട്ടായിട്ട് എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ആണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും അവസാന മണിക്കൂറുകൾ ചങ്കിടിപ്പോട് തന്നെയാണ് പല മണ്ഡലങ്ങളിലും തീർച്ചയായും.